പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ മേരി വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്: മുഴുവൻ ലോകത്തിൻ്റെയും രാജാവാകുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ മാത്രം കുഞ്ഞാകുന്നതാണ്. ദൈവത്തിന് മാത്രം കുഞ്ഞായ ഒരു മകളുടെ വിശ്വാസം ഒന്ന് പങ്കുവെക്കുകയാണ്. ഞാനൊരിക്കൽ ദേവാലയത്തിൽ വൈകുന്നേരം എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവഗാനം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുകയായിരുന്നു. ഞാൻ പോലും അറിയാതെ ദിവ്യഗാനത്തിന് പുറകിൽ വന്ന് ഒരു മകളെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ എൻ്റെ പ്രാർത്ഥനാ സമയം അവസാനിച്ച് എനിക്ക് എൻ്റെ മുറിയിലേക്ക് പോകേണ്ട സമയമായപ്പോൾ ഞാൻ ദിവ്യഗാനം അടക്കി അത് സക്രാരിക്കകത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നും മകൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. എന്നിട്ട് ആ മകൾ ഒരു ആവശ്യം എന്നോട് പറഞ്ഞു: അച്ഛാ, അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ദിവ്യകാരുണ്യം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊന്തയിൽ ഒന്ന് മുട്ടിക്കണം. എനിക്ക് വിശ്വാസമാണത്. അങ്ങനെ ഈ കൊന്ത ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. ആ സമയം അങ്ങനെ പറഞ്ഞതുകൊണ്ടും മറ്റാരും ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ ദിവ്യകാരുണ്യം ആ മകളുടെ കൊന്തയിൽ വിശ്വസിന് അടയാളത്താൽ മുട്ടിച്ചു. എന്നിട്ട് അതിനുശേഷം ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ആ മകൾ എൻ്റെ അടുത്തൊന്ന് പറയുകയായിരുന്നു: അച്ഛാ, തടസ്സപ്പെട്ട് കിടന്നിരുന്ന വീസ ആ മകളുടെ മകൾക്ക് ലഭിച്ചു. ഞാൻ പറയും, അവളുടെ വിശ്വാസമാണത്. ദിവ്യകാരണത്തിന് ശക്തി ആ മകൾ തിരിച്ചറിഞ്ഞതും ആ ശക്തിയിൽ ആശ്രയിച്ചതും അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ പറയുമ്പോഴും ഇത് എന്നെയും കൂടുതൽ ആഴത്തിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുവാനും കേൾക്കുന്ന എല്ലാവർക്കും ആ വിശ്വാസം രൂപപ്പെടുവാനും ഇടയാകണം. അതൊക്കെയാണ് സിമ്പിൾ ഫെയ്ത്ത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം: രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കുവിൻ. എൻ്റെ പൗരോഹിത്യത്തിലെ ഇതുപോലുള്ള മക്കൾ കടന്നു വരുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ദൈവത്തിന് അഭിമാനത്തോടെ നന്ദി പറയാറുണ്ട്. കാരണം പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, ആഗ്രഹിച്ചിട്ട് തന്നതല്ല, എൻ്റെ പ്രാർത്ഥന വഴി കിട്ടിയതല്ല, എൻ്റെ കുടുംബത്തിന് മഹിമ കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന വഴി കിട്ടിയതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പൗരോഹിത്യം ഞാൻ ആർക്കെല്ലാം എന്തെല്ലാം ദൈവനാമത്തിൽ കൊടുക്കാൻ ഇടയാകുന്നുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ശുശ്രൂഷ പോലും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ക്രമീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് മറ്റു മക്കൾ വിശ്വാസത്തോടെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഞാനും ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിക്കാറുണ്ട്. ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, ഈ സുവിശേഷ പ്രഘോഷണം ശ്രവിക്കുന്ന പങ്കെടുക്കുന്ന അനേകർക്ക് അവരുടെ ജീവിതത്തിൽ തമ്പുരാനെ കണ്ടെത്തുന്നതിനും തമ്പുരാനെ സ്വീകരിക്കുന്നതിനും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴി ദൈവത്തെ സ്വന്തമാകുന്നതിനും ഇടയാകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തമാവുക വിശ്വാസത്തിന്റെ തലത്തിലാണല്ലോ. അത് ഞങ്ങൾക്ക് നൽകണം. അങ്ങ് ആശീർവദിക്കണം, അങ്ങ് വിശുദ്ധീകരിക്കണം, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.